നരകം തന്നെ അള്ളാഹിന്റെ സൃഷ്ടിയല്ലേ. സൃഷ്ടിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അള്ളാഹു ഉദ്ദേശിക്കാതെ ഒരു സൃഷ്ടിക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് നരകത്തിനെ അല്ലല്ലോ ഭയപ്പെടേണ്ടത് അള്ളാഹുവിനെയല്ലേ. അതാണ് അദ്ദേഹം നരകത്തിനെ പേടിക്കുന്നില്ല എന്ന് പറഞ്ഞത്. അദ്ദേഹം നരകത്തിനെ അല്ല പേടിക്കുന്നത്, അള്ളാഹുവിനെയാണ് ഭയപ്പെടുന്നത്. അതാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അതിന് അദ്ദേഹത്തിന് സ്വർഗത്തിന് ആഗ്രഹമില്ല എന്ന് പറഞ്ഞല്ലോ. സ്വർഗല്ലല്ലോ ആഗ്രഹിക്കേണ്ടത്, അള്ളാഹുവിന്റെ തൃപ്തിയല്ലേ ആഗ്രഹിക്കേണ്ടത്. പടച്ചവന്റെ പൊരുത്തല്ലേ കിട്ടേണ്ടത്. സ്വർഗത്തിന് വേണ്ടിയാണോ? അല്ല. സ്വർഗം കിട്ടിക്കോട്ടെ. അതേസമയം നമ്മൾ അള്ളാഹുവിനെ സ്നേഹിച്ച് ബഹുമാനിച്ച് അവന്റെ തൃപ്തിക്ക് വേണ്ടിയാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്. അവൻ എന്താണോ തരുന്നത് അത് സ്വീകരിക്കാൻ സന്നദ്ധനാണെന്ന നിലക്ക് അള്ളാഹുവിലേക്കാണ് നമ്മുടെ ഖൽബ് തിരിയേണ്ടത്, സ്വർഗമെന്ന സൃഷ്ടിയിലേക്കല്ല. അതാണ് അദ്ദേഹം പറഞ്ഞതിന്റെ അർത്ഥം. അതിന് അദ്ദേഹം ചിലപ്പോ പടച്ചോനെയും പേടിയില്ല എന്ന് പറയുന്നില്ലേ, അത് നീ വിചാരിച്ച അർത്ഥത്തിലല്ല. ആ പറഞ്ഞതിനർത്ഥം അല്ലാഹു തആല പറഞ്ഞില്ലേ, അല്ലാഹു തആല അടിമയെ ഒരാളെയും തെല്ലും ആക്രമിക്കുന്നവനല്ല. അല്ലാഹു ആരെയും ആക്രമിക്കൂല. ആക്രമിക്കാത്തവൻ എന്ത് പേടിക്കാനാ? ആക്രമിക്കുന്നവനല്ലേ പേടിക്കല്. അല്ലാഹു ആക്രമിക്കുന്നവനല്ല, അവൻ കാരുണ്യം ചെയ്യുന്നവനാണ്. അവനെ ഭയപ്പെടുകയല്ലോ, അവന്റെ കാരുണ്യത്തിൽ പ്രതീക്ഷ അർപ്പിക്കുകയല്ലേ വേണ്ടത്. ഏതുപോലെ ഒരു കുട്ടി പഴയ കാലത്ത്, ഇപ്പോഴത്തെ കാലത്ത് പിന്നെ അതൊന്നുമില്ല. അതായത് പണ്ട് കാലത്തൊക്കെ മദ്രസയിലും സ്കൂളൊക്കെ ചെന്നാൽ ചിലപ്പോ കുട്ടികളെ അടിക്കുന്ന അധ്യാപകന്മാരുണ്ടായിരുന്നു. ഇപ്പൊ അത് അടിക്കേണ്ട പൂതിയേ ഉണ്ടാവുള്ളൂ. അടിച്ചു കഴിഞ്ഞാൽ ഉടനെ പോലീസ് സ്റ്റേഷനിലെത്തും. അതുകൊണ്ട് ഇപ്പൊ ആരും അടിക്കാറില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ചെറിയ അടി, പരിക്കൊന്നും പറ്റാത്ത ചെറിയ അടി കുട്ടികളെ അവരുടെ ഡിസിപ്ലിൻ ക്ലിയർ ആക്കാൻ വേണ്ടി, അച്ചടക്കം നിർവഹിക്കാൻ വേണ്ടി, അവർക്ക് പഠിക്കാൻ വേണ്ടി പ്രചോദനം നൽകാൻ വേണ്ടി സ്നേഹത്തിന്റെ ചില അടി, അല്ലാതെ വെറുപ്പിന്റെ അടിയല്ല, അതവ് പഠിപ്പിക്കാൻ വേണ്ടിയുള്ള ചെറിയ അടി ചില കുട്ടികളെ പഴയ കാലത്തൊക്കെ ഗുരുനാഥന്മാരെ അടിച്ചിരുന്നു, മാതാപിതാക്കളും അടിച്ചിരുന്നു. ഇപ്പം മാതാപിതാക്കൾ അടിച്ചാലും ഇപ്പം കുഴപ്പം തന്നെയാണ്. പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞാൽ പാപ്പാനെ പിടിച്ചു കൊണ്ടുപോകും, ഉമ്മാനെയും പിടിച്ചു കൊണ്ടുപോകും. അങ്ങനത്തെ ഒരു കാലമാണിപ്പോൾ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ അടിക്കും അങ്ങനെയുള്ള ഒരു ഗുരുനാഥൻ, ആ ഗുരുനാഥന്റെ അടുക്കലേക്ക് ഒരു ചെറിയ വടിയും മുറിച്ചിട്ട് ഒരു കുട്ടി സ്കൂളിലേക്ക് പോവാണ്. അപ്പൊ ഒരാൾ ചോദിച്ചു, മോനെ ഇതെന്തിനാ സ്കൂളിൽ പോകുമ്പോൾ വടി, പുസ്തകം പോരെ, ബുക്ക് ഉണ്ടായാ പോരെ? ഈ കുട്ടി പറഞ്ഞു, അത് ഉസ്താദിന് അല്ലെ ഗുരുനാഥന് മാഷ്ക്ക് കൊടുക്കാനാണ്. മാഷ്ക്ക് എന്തിനാ വടി? അത് അടിക്കാനാണ്. അപ്പൊ നിന്നെ അടിക്കൂലേ? എനിക്ക് മാഷ പേടിയില്ല. അതിനെ കുട്ടി, എനിക്ക് മാഷ പേടിയില്ല. അപ്പൊ അതെന്താണ് പേടിയില്ലാത്തതിന്റെ? കാരണം എൻ്റെ മാഷ് ആക്രമിക്കൂല, ഞാൻ എല്ലാം കൃത്യമായി പഠിക്കുന്ന കുട്ടിയാണ്. അപ്പൊ എൻ്റെ മാസ്റ്റർ ഒരിക്കലും അടിക്കൂല. ഞാൻ കൃത്യമായി അറ്റൻഡ് ഉണ്ടാവും, ഒരു ദിവസവും എൻ്റെ ഹാജറില്ലാതെ ഉണ്ടാവില്ല. അപ്പൊ എൻ്റെ മാഷ് എന്നെ അടിക്കൂല. ഞാൻ ഒരു കുട്ടിയെയും മാന്തിപ്പറിക്കൂല, ചീത്ത വിളിക്കൂല, കൊഞ്ഞനം കാട്ടൂല, അനാവശ്യമൊന്നും പറയൂല. ഞാൻ എല്ലാവരോടും വളരെ അച്ചടക്കത്തിൽ സൽസ്വഭാവത്തിൽ പെരുമാറുന്ന കുട്ടിയാണ്. അതുകൊണ്ട് എൻ്റെ മാസ്റ്റർ എന്നൊന്നും ചെയ്യൂല, ആ മാസ്റ്റർ വെറുതെ ഒന്നും ചെയ്യൂല. അതുകൊണ്ട് എനിക്ക് മാസ്റ്ററെ പേടിയില്ല എന്ന് പറഞ്ഞ അതുകൊണ്ടാ. ഇതുപോലെ അള്ളാഹുവിന്റെ മഹാന്മാരായ ചില അടിമകൾ